മനസ്സിൽ നിന്നും ഇതൾ വിരിഞ്ഞ കവിതയും കഥയും നമ്മുടെ കൈകളിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇത്രമാത്രം ആശയം അദ്ദേഹത്തിന്റെ ഉള്ളിലുണ്ട് എന്നുള്ളത് ഈ പ്രസിദ്ധീകരണം കാണുമ്പോഴാണ് നമ്മൾ അത്ഭുതപ്പെട്ടത്. കാരണം ഇത് സിനിമയാവാൻ പോകുന്നു എന്നതാണ് അദ്ദേഹം ഇവിടെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ മനസ്സിൽ ഇതൾ വിരിഞ്ഞ ആശയങ്ങൾ ആളുകളിലേക്ക് അത് എത്തിക്കാനായിട്ട് മഖ്ബൂൽ സാറിന് സാധിച്ചു. ഇതിലുള്ള ഭാഷാ ശുദ്ധിയും അതേപോലെ തന്നെ ഇതിന്റെ കഥയുടെ വൈവിധ്യമൊക്കെ കുറച്ച് സമയം കൊണ്ട് നോക്കിയപ്പോൾ മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിച്ചു. അപ്പൊ വലിയൊരു സന്തോഷം മാത്രമാണ് പങ്കുവെക്കാനുള്ളത്. കുമാരൻ സാറെ പോലെയുള്ള ഒരു ലെജൻഡ് ആയിട്ടുള്ള ഒരു കഥാകൃത്തിന്റെ സാന്നിധ്യത്തിൽ നമുക്ക് ഈ പുസ്തകം പ്രസിദ്ധീകരിക്കാൻ സാധിച്ചതിൽ അതിയായ സന്തോഷം. മാക്കോൽ മൈത്രി സാറിന് ഇനിയും ഉയരങ്ങളിലേക്ക് പോവാനായിട്ട് ഒരു അതായത് വലിയ ഇംഗ്ലീഷിലും മറ്റൊക്കെയുള്ള പുസ്തകങ്ങളൊക്കെ രചിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് അദ്ദേഹത്തിന് മാറട്ടെ എന്ന് കൂടി ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ ഷാർജ ബുക്ക് ഫെയറിലെ ഈ പുസ്തകം പ്രകാശനം ചെയ്യുമെന്നുള്ളതാണ് അറിയിക്കുന്നത്. മോർ പവർ ടു യു. അപ്പൊ ചെറിയ ഒരു സ്പാർക്ക് അദ്ദേഹത്തിന്റെ മനസ്സിൽ വന്നു. ആ സ്പാർക്ക് അദ്ദേഹം ബുക്കാക്കിയിട്ട് മാറ്റിയിരിക്കുകയാണ്. അപ്പൊ ഇതിന്റെ പിന്നിൽ ധാരാളം എഫേർട്ടുകളുണ്ട്. അപ്പം മാക്കൂർ സർ ഇനിയും തുടരുക എന്നുള്ളതാണ് ഒരു എളിയ സഹോദരൻ എന്നുള്ളതിൽ എനിക്ക് പറയാനുള്ളത്. മാത്രമല്ല കുറിച്ച് അദ്ദേഹം എഴുതണം, കവിത എഴുതണം, കഥകൾ എഴുതണം എന്നും കൂടെയാണ് പറയാനുള്ളത്. ഇപ്പം ഡോസിനെ കുറിച്ച് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. നമ്മുടെ ഉള്ളിലെ ഡൊപാമിൻ ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന്റെ മാറ്റങ്ങൾ ആളുകൾ എത്രത്തോളം ഉണ്ടാക്കിയെടുക്കും എന്നുള്ളത്. അപ്പം മനഃശക്തിയുടെ ഒരു ആശയ പ്രചരണം കൂടി അദ്ദേഹത്തിന്റെ തൂലികയിൽ വിരയട്ടെ എന്നാണ് ഈ സമയത്ത് എനിക്ക് പറയാനുള്ളത്. അത് അദ്ദേഹത്തിന് ഒരു ഉത്തരവാദിത്തമായിട്ട് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ഈ ഒരു ഉദ്യമത്തിന് വേണ്ടിയിട്ട് ശ്രമം നടത്തിയിട്ടുള്ള മാക്കൂൽ മൈത്രി സാറെ ആശംസിക്കുന്നു. മോർ പവർ ടു യു. താങ്ക് യു.